ഹലോ, നമസ്കാരം. എല്ലാവർക്കും പൂക്കൂടയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ പൂവ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? ഗ്രൗണ്ട് ഓർക്കിഡ് എന്നാണ് സാധാരണ ഈ പൂവിനെ പറയാറ്. പ്രത്യേകിച്ചൊരു സീസണൊന്നും ഇതിന് പൂക്കാനില്ല. മിക്കവാറും എല്ലാ സീസണിലും പൂ കാണുന്ന നല്ല ഒരിനം ഓർക്കിഡാണിത്. സാധാരണയായി മഞ്ഞ, വെള്ള, പിങ്ക്, മജന്ത ഇങ്ങനെ പല നിറത്തിലും ഈ പൂവ് കാണാറുണ്ട്. സാധാരണ ഓർക്കിഡ് പൂക്കളെ പോലെ തന്നെ പൂവായി കഴിഞ്ഞാൽ കുറച്ചു കാലം ഇത് വാടാതെ നിൽക്കും. പല കളറിൽ ബഞ്ചസായി ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയല്ലേ? ഈ പൂക്കൾ എങ്ങനെയാണ് ക്രേപ്പ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. മൂന്ന് നിറത്തിലുള്ള റിങ്കിൾഡ് ക്രേപ്പ് ഉപയോഗിച്ചാണ് ഈ 3 ഓർക്കിഡുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മജന്ത കളർ ക്രേപ്പ് പേപ്പർ കൊണ്ട് എങ്ങനെയാണ് ഈ ഓർക്കിഡ് പൂക്കൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ ബഞ്ചസിലെ ഓരോ പൂവിലും 5 ഇതളുകളാണ് ഉണ്ടായിരിക്കുക. ഈ ക്രേപ്പ് പേപ്പറിൽ നിന്ന് ആ 5 ഇതളുകളും ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പ് വരുന്ന 2 പെറ്റൽസും കൂർത്ത ഷേപ്പ് വരുന്ന 3 പെറ്റൽസുമാണ് സാധാരണയായി ഓരോ പൂവിലും ഉണ്ടാവുക. അങ്ങനെ 5 ഇതളുകളും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പൂവിൻ്റെ ഉള്ളിലെ ഭാഗം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതുപോലെ ചെറിയൊരു ഇതൾ കൂടി കട്ട് ചെയ്തെടുത്ത ശേഷം മഞ്ഞ ക്രേപ്പ് പേപ്പറിൽ നിന്ന് ഇതുപോലൊരു ചെറിയ പീസ് കൂടി കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ മടക്കിയെടുത്ത ശേഷം അതിൻ്റെ സൈഡിൽ നിന്ന് ചെറുതായി വെട്ടിക്കൊടുക്കാം. അത് നന്നായി നിവർത്തിയെടുത്ത ശേഷം ഒരു കമ്പിയിൽ ചെറുതായി നമുക്ക് നൂല് കൊണ്ട് കെട്ടിയെടുക്കാം. അതിന് മുമ്പ് ആദ്യം കട്ട് ചെയ്ത് വെച്ച ഈ ചെറിയ പെറ്റൽ കൂടി ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു പീസ് ഗോൾഡൻ കമ്പി മുറിച്ചെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ആ മഞ്ഞ ക്രേപ്പ് പേപ്പർ ഒന്ന് ചുറ്റിക്കൊടുക്കാം. ഇതുപോലെ ഈ മഞ്ഞ ക്രേപ്പ് പേപ്പർ ഇതിലൊരു നൂല് കൊണ്ട് കെട്ടി യോജിപ്പിച്ച ശേഷം നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചെറിയ പെറ്റൽ കൂടി നൂല് കൊണ്ട് തന്നെ ഇതിനോടൊപ്പം കെട്ടിക്കൊടുക്കാം. ഇങ്ങനെയാണ് ഈ പൂവിൻ്റെ ഉള്ളിലെ ഭാഗം ഉണ്ടായിരിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ പെറ്റൽസായി കെട്ടിക്കൊടുക്കാം. അതിനുശേഷം കൂർത്ത പെറ്റൽസ് 2 എണ്ണം ഒരു വശത്തും മൂന്നാമത്തേത്
അതിന് ഓപ്പോസിറ്റ് സൈഡിലും ഫേസ് ടു ഫേസ് ആയി വെച്ച് നൂലുകൊണ്ട് കെട്ടി യോജിപ്പിച്ചെടുക്കാം. ഓരോ പൂവിൻ്റെയും നിറം തന്നെ ആയിരിക്കും ആ പൂവിൻ്റെ തണ്ടിനും. അതുകൊണ്ട് തന്നെ മജന്ത ക്രേപ്പ് പേപ്പറിൽ നിന്നൊരു ചെറിയ പീസ് മുറിച്ചെടുത്ത് അത് നമുക്ക് ഈ തണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി പെറ്റൽസ് ഓരോന്നായി വിടർത്തി ഈ പൂവിന് ഷേപ്പ് കൊടുക്കാം. ഇങ്ങനെയാണ് ഗ്രൗണ്ട് ഓർക്കിഡിലെ ഓരോ പൂക്കളും ഇരിക്കുക. ഇതുപോലെ 10ഓ 5ഓ 6ഓ പൂക്കൾ ചേർന്ന ബഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക. ഈ പൂവുകൾ ഓരോന്നിലും ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള ഓരോ കാലിക്സ് കൂടി ഉണ്ടായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത 7 പൂക്കളും കുറച്ച് മൊട്ടുകളും കൊണ്ട് നമുക്ക് ഒരു ബഞ്ചസ് ഓർക്കിഡ് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് മൊട്ടുകൾ കൂടി ഉണ്ടാക്കിയെടുത്ത ശേഷം ഒരു നീളമുള്ള ഈർക്കിലിലോ കമ്പിയിലോ ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഓരോന്നായി വെച്ച് കൊടുത്തുകൊണ്ട് ചുറ്റി ഒട്ടിച്ചെടുക്കാം. മൊട്ടുകൾ വെച്ച ശേഷം ചെറിയ ചെറിയ പൂവുകൾ ആദ്യം ക്രേപ്പ് പേപ്പർ കൊണ്ട് ചുറ്റി ഫെവിക്കോൾ ചേർത്ത് ഒട്ടിച്ചെടുക്കാം. ക്രേപ്പ് പേപ്പർ കൊണ്ട് എങ്ങനെയാണ് മനോഹരമായ ഗ്രൗണ്ട് ഓർക്കിഡ് പൂക്കൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പഠിച്ചില്ലേ? എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കില്ലേ? നിങ്ങളെല്ലാവരും ക്രേപ്പ് പേപ്പർ കൊണ്ട് ഇതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡ് പൂക്കൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതുപോലെ ക്രേപ്പ് പേപ്പർ കൊണ്ട് ഇനിയും പലതരം പൂക്കൾ ഉണ്ടാക്കാം. നിങ്ങൾ ആവശ്യപ്പെടൂ, നിങ്ങൾക്ക് ഏത് പൂക്കളാണ് ആവശ്യമെന്ന് ആവശ്യപ്പെട്ടാൽ പൂക്കൂട തീർച്ചയായും ആ പൂവ് ക്രേപ്പ് പേപ്പർ കൊണ്ട് തന്നെ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും.
ഇതിലും മനോഹരമായ മറ്റൊരു പൂവുമായി ഞങ്ങൾ ഇനിയും വരാം. അതുവരേക്കും ബൈ.